ഇന്ന് രാവിലെ ബോർമയിലെ പണിയെല്ലാം കഴിയണേക്ക് മുന്നേ ഇച്ചൂട്ടൻ എണീറ്റു കേട്ടോ. ഇച്ചൂട്ടന് ഇന്നൊരു വയ്യായ്കയായിരുന്നു. ഇന്നലെ വൈകുന്നേരം ആയപ്പോഴേക്കും ഇച്ചൂട്ടൻ്റെ കാലയിലൊരു തേനീച്ച കടിച്ചു. ആശാൻ അതേ കയറി ചവിട്ടിയതാണെന്നാണ് പറഞ്ഞത്. പക്ഷേ അതിൻ്റെ അടിയിൽ കടിച്ചിട്ടൊരു അതിൻ്റെ കൊമ്പ് കുത്തി കയറിയിരിക്കണ്ടായിരുന്നു. ഞാനത് ഊരി കളഞ്ഞു. എന്നിട്ട് തുളസിയും മഞ്ഞളൊക്കെ തേച്ചായിരുന്നു. എന്നിട്ട് നീര് വെച്ചു കേട്ടോ. രാവിലത്തേക്ക് നീര് വെച്ചു. അപ്പോൾ ഒന്ന് ഹോസ്പിറ്റലൊക്കെ കൊണ്ട് കാണിക്കണം എന്ന് ഓർത്തുകൊണ്ടിരിക്കുക. കാണിച്ചില്ലെങ്കിലും കുഴപ്പമില്ലെന്നൊക്കെ ഇവർ പറയുന്നുണ്ട്. കാരണം ഈച്ച അടിച്ച് അങ്ങനെ നീര് വെച്ച് നേരത്തോട് നേരാകുമ്പോഴേക്കും പോകും, ചൊറിച്ചിലുണ്ടാവും എന്നൊക്കെ പറഞ്ഞു. എന്നാലും ഒരു സമാധാനക്കേട്. പിന്നെ അപ്പോൾ ഇച്ചൂട്ടൻ മൂശാട്ടി ആയതുകൊണ്ട് അത്താച്ചനോട് ചായ വയ്ക്കാൻ പറഞ്ഞ് അത്താച്ച ചായ എടുത്തു. രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ തന്നെ വിശക്കുക, ചായ വേണം, ബിസ്ക്കറ്റ് വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാട്ടോ എഴുന്നേറ്റ് വന്നേ. അപ്പോൾ രാവിലെ തന്നെ ഏട്ടായി പോയി ബിസ്ക്കറ്റൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് രാവിലെ തന്നെ ഇച്ചൂട്ടൻ ഇരുന്നുകൊണ്ട് ചായയും ബിസ്ക്കറ്റും കഴിക്കുവാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് എങ്ങനെയാണ് ആശാൻ്റെ കാലിൻ്റെ ബുദ്ധിമുട്ടെന്നൊക്കെ നോക്കാമെന്ന് ഓർത്തിരിക്കുവാണ്. വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. പിന്നെ ഞാൻ ഓൺലൈനിൽ ഒരു കട്ടിംഗ് ബോർഡ് ഓർഡർ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത്ര നാളും എനിക്കില്ലായിരുന്നു കട്ടിംഗ് ബോർഡ്. ഞാനങ്ങനെ കൈക്ക് അരിയണ ഒരാളാണ്. കട്ടിംഗ് ബോർഡിൽ വെച്ച് അങ്ങനെ അരിയാറില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് ഒരെണ്ണം വേണമെന്ന് തോന്നി കേട്ടോ. ഈ കഴിഞ്ഞ ദിവസമൊക്കെ ഞാൻ ചുമ്മാ നമുക്ക് പല കഷ്ണമൊക്കെ കിട്ടില്ല, അതിലൊക്കെ വെച്ചിട്ടായിരുന്നു അരിഞ്ഞുകൊണ്ട്. എനിക്ക് അങ്ങനെ കട്ടിംഗ് ബോർഡിൻ്റെ ആവശ്യമില്ലായിരുന്നു. ഇപ്പോൾ എനിക്ക് വേണമെന്ന് തോന്നി ഒരെണ്ണം വാങ്ങിച്ചതാണേ. 150 രൂപയുള്ളൂ. നല്ലതാട്ടോ.